നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ധനലക്ഷ്മി ലോട്ടറി ഒന്നാം സമ്മാനം 1 കോടി രൂപ വരാക്കര സ്വദേശിക്ക്. വരാക്കര മഞ്ഞളി 81 വയസ്സുള്ള തോമസ് ആണ് ഭാഗ്യവാൻ. ബുധനാഴ്ച വൈകിട്ട് നറുക്കെടുത്ത DD 781756 എന്ന നമ്പറിലുള്ള ടിക്കറ്റിലാണ് ഒന്നാം സമ്മാനം ലഭിച്ചത്. കരുവാപ്പടി ആവണി ലക്കി സെൻറ്ററിൽ നിന്നാണ് തോമസ് ടിക്കറ്റ് എടുത്തത്. മക്കളുടെ ഭവന ആവശ്യത്തിനും പേരക്കുട്ടിയുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനും പണം വിനിയോഗിക്കുമെന്നാണ് തോമസ് പറയുന്നത്. തൻ്റെ ചെറുകിട കടങ്ങളും വീട്ടാൻ ഈ തുക കൊണ്ട് ആകുമെന്നും തോമസ് പറഞ്ഞു. രണ്ടാമത്തെ മോള് നഴ്സിങ്ങിന് പോകാൻ കാശ് ഇവിടെ ലോൺ കൊടുത്തിട്ട് ലോൺ കിട്ടിയില്ല. അപ്പോൾ അവൾക്ക് കുറച്ച് പൈസ വേണം. പിന്നെ ആമത്തെ കുറച്ച് ബുദ്ധിമുട്ടുകൾ, കുറച്ച് കടങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വേറെ ആരും ആൺപിള്ളേരൊന്നുമില്ല. ഭാര്യ മരിച്ചു 3 വർഷമായി. കഴിഞ്ഞല്ലേ 3 വർഷം, 2.25 വർഷമായിട്ടുള്ളൂ. ജനുവരി 2 3 വർഷമാവുള്ളൂ. ഷാജി, ഷൈനി, റാണി എന്നിവർ തോമസിന്റെ മക്കളാണ്. കരുവാപ്പടിയിൽ 15 വർഷത്തോളമായി ആവണി ലക്കി സെന്റർ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇവിടെ ലഭിക്കുന്ന രണ്ടാമത്തെ ഒന്നാം സമ്മാനമാണ് ഇതെന്നും ഉടമകളായ വിനോദ് കുമാറും ലിയയും പറയുന്നു. നമ്മുടെ കൗണ്ടറിൽ ആവണി ലോട്ടറി കടയിൽ വിറ്റ ടിക്കറ്റ് നമ്മുടെ കടയിൽ നിന്ന് വന്നിട്ട് ഒരു തോമസ് എന്ന് പറഞ്ഞ ചേട്ടൻ ഒന്ന് എടുത്തുകൊണ്ട് പോയതാണ്. ആൾക്കാരൊന്ന് ഫസ്റ്റ് പ്രൈസ് കിട്ടി വന്നത്. വളരെ സന്തോഷം. ഞങ്ങൾക്ക് ഇപ്പോൾ രണ്ടാമത്തെ ഫസ്റ്റ് പ്രൈസ് ആണ് ഇവിടെ ഞങ്ങൾക്ക് വീഴുന്നത്. നന്ദിപുലത്തിന് രുചിയുടെ പുതിയ അനുഭവം സമ്മാനിച്ച് MM കഫേ ആൻഡ് ബേക്കേഴ്സ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. നന്ദിപുലം ചുള്ളിപ്പറമ്പിൽ ആർക്കേഡിൽ ആരംഭിച്ച MM കഫേ ആൻഡ് ബേക്കേഴ്സ് എടമുട്ടത്ത് രാജി ഗോപി ഉദ്ഘാടനം നിർവഹിച്ചു. കേക്കുകൾ, വിവിധ തരം ഷേക്കുകൾ, ജ്യൂസുകൾ, ഐസ്ക്രീം, ബർഗർ, ഷവർമ, അൽഫാം തുടങ്ങി രുചികരമായ വിഭവങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 5 കിലോമീറ്ററിനുള്ളിൽ ഹോം ഡെലിവറി സൗകര്യം ഇവിടെ ലഭ്യമാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അൽഫാം, ഷവർമ വിഭവങ്ങൾക്ക് കോംബോ ഓഫറുകളും ഒരുക്കിയിരുന്നു. നന്ദിപുലത്ത് ചുള്ളിപ്പറമ്പിൽ ആർക്കേഡിൽ MM എന്ന പേരിൽ നമ്മുടെ ബേക്കറി ഓപ്പൺ ആയിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ജ്യൂസ്, ഷെയ്ക്ക്, ചായ, സ്നാക്സ്, അതുപോലെ തന്നെ അൽഫാം, ഷവർമ, ബർഗർ, ഫ്രഞ്ച് ഫ്രൈസ്, അങ്ങനെയല്ല ഒരു കസ്റ്റമർക്ക് വേണ്ട എല്ലാ ഇതും നമ്മുടെ ഷോപ്പിൽ ലഭ്യമാണ്. അപ്പോൾ അത് ഹോം ഡെലിവറി നമ്മൾ ചെയ്യുന്നതാണ്.
ശാരീരിക വൈകല്യമുള്ളവർക്കായി തൃക്കൂർ ഗ്രാമപഞ്ചായത്തിൽ നടന്ന ഉപകരണ നിർണയ ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ അധ്യക്ഷയായിരുന്നു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ജിഷ ഡേവിസ്, പഞ്ചായത്ത് അംഗം മോഹനൻ തൊഴുക്കാട്ട്, ICDS സൂപ്പർവൈസർ, ഡോക്ടേഴ്സ്, അംഗനവാടി ടീച്ചേഴ്സ് എന്നിവർ സന്നിഹിതരായി. മദ്യലഹരിയിൽ അച്ഛനെ കുത്തിക്കൊന്ന സംഭവത്തിൽ മകൻ റിമാൻഡിൽ. മുരിങ്ങൂർ തെക്കുമുറി ആറ്റപ്പാടം എലിസബത്ത് ഗാർഡൻ സ്വദേശി കരിയാട്ടി വീട്ടിൽ 57 വയസ്സുള്ള ജോയ് ആണ് കൊല്ലപ്പെട്ടത്. മകൻ 28 വയസ്സുള്ള ക്രിസ്റ്റിയെയാണ് കോടതി റിമാൻഡ് ചെയ്തത്. മദ്യലഹരിയിൽ ഇരുവരും തമ്മിൽ തർക്കം പതിവായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു ജോയ്. ബുധനാഴ്ച രാത്രി ക്രിസ്റ്റി തന്നെയാണ് പോലീസിനെ വിളിച്ച് അച്ഛൻ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നു എന്ന് അറിയിച്ചത്. തുടർന്ന് പോലീസ് എത്തി ക്രിസ്റ്റിയെ കസ്റ്റഡിയിലെടുത്തു. ആദ്യഘട്ടത്തിൽ താനാണ് കൊലപ്പെടുത്തിയതെന്ന് ക്രിസ്റ്റി സമ്മതിച്ചില്ല. കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് ക്രിസ്റ്റി കുറ്റം സമ്മതിച്ചത്. കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി കണ്ടെത്തി. ചാലക്കുടി ഡിവൈഎസ്പി PC ബിജുകുമാർ, കൊരട്ടി പോലീസ് സ്റ്റേഷൻ SHO അമൃതരംഗൻ, SI മാരായ റെജിമോൻ, സുമേഷ്, ASI മാരായ നാഗേഷ്, ഷിജോ, ഷീബ, SCPO മാരായ ശരത്, നിഖിലൻ, CPO മാരായ ജിതിൻ, അമൻ, ആനന്ദ് എന്നിവരാണ് കേസ് അന്വേഷിച്ചത്. കല്ലൂർ കിഴക്കുമ്പിൽ വിനോദ് അന്തരിച്ചു. 50 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 2-ന് മതിക്കുന്ന് ശാന്തി തീരത്ത്. കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 10,130 രൂപയും പവന് 81,040 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.